വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഭിവന്ദ്യനായ അധ്യക്ഷൻ, മഹത്തായ ഈ സംഘടനയുടെ അനിശ്ചിതനായ നേതാവ് തൊടിയൂർ ഉസ്താദ്, കടക്കൽ ഉസ്താദ്, ജമാഅത്ത് ഫെഡറേഷൻ്റെ മഹാത്മാക്കളായ നേതാക്കളെ KP സാർ അവറുകൾ, കടക്കൽ ഉസ്താദ്, ഈ സംഘടനയുടെ എല്ലാമായ കടക്കൽ ഉസ്താദ്, സമയമില്ലെങ്കിലും ആദരിക്കേണ്ടവരെ ആദരിച്ചില്ലെങ്കിൽ അത് പ്രസംഗമാവില്ല. ഞാൻ ഈ തിരുവനന്തപുരം ജില്ലാ ജമാഅത്ത് ഫെഡറേഷൻ്റെ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുക എന്നതിൻ്റെ എൻ്റെ ആവശ്യമാണ്. ബഹുമാനികളെ, ഞാൻ വഖഫ് സ്വത്തിനെ സംബന്ധിച്ചോ യോഗത്തെ സംബന്ധിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല. വഖഫ് സ്വത്ത് എന്നുള്ളത് ഇന്ത്യ സ്വാതന്ത്ര്യമായതിനു ശേഷം ഉണ്ടായതല്ല. 950 വർഷം ഇന്ത്യ ഭരിച്ച മുഗൾ ചക്രവർത്തിമാരുടെ വാപ്പാമാരുടെ കാലം മുതൽ ഈ സമുദായത്തിന് കിട്ടിയ സ്വത്താണ് വഖഫ് സ്വത്ത്. ആ വഖഫ് സ്വത്തുകൾ ഈ നൂറ്റാണ്ടിൽ ആർക്കെങ്കിലും അപഹരിക്കാൻ കഴിയുമെങ്കിൽ സാധ്യമല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഈ സമുദായം മുന്നോട്ട് വന്നിരിക്കുകയാണ്. മാനുഷാദ, അരുത് കാട്ടാള എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അമ്പയ്യൊന്ന വേദന നോക്കി ധൈര്യയുടെ വാക്കുകൾ ഉച്ചരിച്ച മഹർഷിയുടെ ഭാരതമാണ് ഇന്ത്യ. ആ ഇന്ത്യ രാജ്യത്ത് ഒരിക്കലും ഒരു വർഗീയവാദിക്ക് ജയിക്കാൻ സാധ്യമല്ല. ഇങ്ങനെ കുറെ ഉപദ്രവങ്ങൾ ചെയ്യാമെന്നേ ഉള്ളൂ. 25 വർഷക്കാലം കൊണ്ട് പടപൊരുതി രാമന്റെ ക്ഷേത്രത്തെ അവര് പടുത്തുയർത്തിയത് പള്ളി പൊളിച്ചുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ആ പള്ളി പൊളിച്ചുകൊണ്ടുണ്ടാക്കിയ ക്ഷേത്രം ഇവിടത്തെ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ഹിന്ദു സഹോദരങ്ങളും അംഗീകരിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് 100 പ്രതിപക്ഷ എംപിമാരെ ഈ രാജ്യത്ത് കൊണ്ടുവന്നത്. അത് മാത്രവുമല്ല, ഹിന്ദു രാഷ്ട്രം പ്രഖ്യാപിക്കാൻ 2 പടി മാത്രമുള്ളപ്പോ എല്ലാ സജ്ജീകരണങ്ങളും ശരിയാക്കിയ ആ സന്ദർഭത്തിൽ ആ 2 പടി മുന്നോട്ട് കടക്കാൻ കഴിയാതെ വലിച്ച് താഴെയിട്ട ജനാധിപത്യ മതേതരത്വ മൂല്യങ്ങൾ സൂക്ഷിക്കുന്ന ഹൈന്ദവ സമൂഹമാണ് ഈ ഭാരതത്തിന്റെ മക്കൾ. മുസ്ലിമീങ്ങൾക്ക് ഒരു ഭയവുമില്ല. ജനാധിപത്യവും മതേതരത്വവും സാധു സൂക്ഷിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ഹൈന്ദവ ജനത ഈ രാജ്യത്തുള്ളിടത്തോളം കാലം അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. നിങ്ങൾ ഇനി എവിടെയെല്ലാം പോയി കെട്ടിയാലും എന്തെല്ലാം ഭരണ സംവിധാനങ്ങൾ കൊണ്ടുവന്നാലും അത് തച്ചുടയ്ക്കപ്പെടും, അത് തിരുത്തപ്പെടുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും.